നമസ്കാരം. സ്വന്തം ഭാര്യയുടെ പൂർവ്വ കാമുകനെ തേടിപ്പോയൊരു ഭർത്താവിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചില സിനിമകളൊക്കെ കാണുമ്പോൾ അതിലെ കഥകളും ക്ലൈമാക്സൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെയധികം ആശ്ചര്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കാറുണ്ട്. പല കഥകളും പല സിനിമകളും ഉടലെടുക്കുന്നത് ചില ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നാണ്. ചില സിനിമകളും വ്യക്തമായ രീതിയിൽ പേഴ്സണൽ ലൈഫാണ് പറയുന്നത്. അത് ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും അല്ലെങ്കിൽ ആ കഥ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് റൈറ്റർക്ക് കഥ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് മാത്രം. അത്തരത്തിലൊരു വളരെ ട്വിസ്റ്റുള്ള ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ചു. ആ സ്ത്രീ എന്നോട് സംസാരിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തിയുമായി ഇഷ്ടമായിരുന്നു. അവളുടെ അപ്പനാണെങ്കിൽ ഭയങ്കരമായി സാമ്പത്തികമായി ശക്തിയുള്ള മനുഷ്യനും അല്ലെങ്കിൽ ഒരുപാട് സ്വത്തും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വളരെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയും വളരെ വലിയൊരു പ്രമാണി എന്ന് വേണം തന്നെ പറയാം. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തിയാണ് അവളുടെ അപ്പൻ. ഈ പെൺകുട്ടി അല്പം മോശപ്പെട്ട ജാതിയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള അവരുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഇച്ചിരി താഴ്ന്നതോ മോശപ്പെട്ടതോ നമുക്ക് പറയാം. അവരുടെ ലെവലിൽ നോക്കുമ്പോൾ ഒരു വേറെ ജാതിയിലുള്ള താഴ്ന്ന ജാതിയിലുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാകുകയും ഈ പയ്യനുമായിട്ട് വീട്ടിൽ വിവാഹം സമ്മതിക്കില്ല എന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഒളിച്ചോടുകയും ചെയ്തു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇവരെ കൈയോടെ പിടിച്ചു. ആ പയ്യനെ വളരെയധികം തല്ലി ഓടിച്ചെന്ന് വേണേൽ പറയാം. ഈ പയ്യനെ കൊന്നിട്ടുണ്ടോ എന്ന് പോലും ആ പെൺകുട്ടിക്ക് സംശയമാണ്. അങ്ങനെ ഈ പെൺകുട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു റൂമിൽ അടച്ചിടുകയും കുറേ നാൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ വേറെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും തമിഴിൽ ഇതേപോലെ സിനിമയില്ലേ? അതെ, അതേപോലെ സിനിമ തമിഴിലുണ്ട്. എന്നാൽ ഇത് ഈ സിനിമ കഥയല്ല, ഇത് റിയൽ ലൈഫിലെ സംഭവമാണ്. ഈ പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. നല്ല ഭർത്താവാണ്, എല്ലാം നല്ല രീതിയിൽ പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഈ സ്ത്രീയുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, താൻ കാരണം ഒരു പുരുഷൻ്റെ തൻ്റെ കാമുകൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊരു വിഷമം, ആ ഒരു സിമ്പതി, അയാൾ ജീവനോടുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നുപോലും അറിയാൻ വയ്യാത്തൊരവസ്ഥ, അപ്പനോടുള്ള ദേഷ്യം. ഏതാണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതാണ്ട് 8-9 വർഷമായിട്ട് അപ്പനോട് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഈ സ്ത്രീക്കില്ല. മറ്റൊന്നുമല്ല, ആ വ്യക്തിയെ ഒരുപക്ഷെ കൊന്നു എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് അപ്പൻ. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവുമായിട്ടുള്ള കുടുംബജീവിതം ഏതാണ്ട് ഓക്കെ എന്നേ ഉള്ളൂ, എന്നാൽ വളരെ സന്തോഷമൊന്നുമല്ല. എന്നെ ഈ സ്ത്രീ വിളിക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഭർത്താവുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകാൻ സാധിക്കുന്നില്ല. ഭർത്താവിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ആ പഴയ കാമുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ താൻ കാരണമാണ് കാമുവിന് മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായി എന്നുള്ള വിഷമവും കാരണം അവർക്ക് ഭർത്താവുമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം ആ സ്ത്രീ എന്നെ വിളിച്ചതിൻ്റെ പ്രധാന കാരണം പറഞ്ഞാൽ, ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ചെയ്യുന്ന ചില വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്കൊന്ന് സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പഴയൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അവർക്ക് നിങ്ങളോട് തുറന്നു പറയാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതുകൊണ്ട് അവർ വേറൊരു ജീവിതം ഇഷ്ടപ്പെടുന്നു, നിങ്ങളുമായിട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഇനി സംസാരിച്ച് ബാക്കി ഡീൽ ചെയ്തോ എന്നൊരു രീതിയിലാണ്, എന്നൊരു ഹെൽപ്പാണ് അവരോട് ചോദിച്ചത്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഞാൻ ഭർത്താവിനോട് സംസാരിക്കുകയും ഭർത്താവിനോട് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഈ മനുഷ്യൻ വളരെയധികം എക്സ്പെക്റ്റേഷനോടാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ സ്ത്രീ അവളുടെ ജോലിയുടെ ആവശ്യമായിട്ട് എങ്ങോട്ടോ പുറത്തോട്ട് വീട്ടിൽ നിന്ന് ഒരു 2 ആഴ്ചയായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അവർ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഇന്ന് വ്യക്തമായിട്ട് സംസാരിക്കാം, വേണ്ട തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഏതോ അവരുടെ ജോലി സംബന്ധമായ രീതിയിലേക്ക് പോയി. ഈ ഭർത്താവ് എന്നോട് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിനെ വീണ്ടും വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സജഷൻ ചോദിച്ചാണ്, അതായത് ഈ സ്ത്രീയുടെ പഴയ കാമുകനെ ഞാൻ കണ്ടുപിടിക്കട്ടെ എന്ന് ആണ് അയാൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ഒന്നാമത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല, 8-9 വർഷം മുമ്പത്തെ സംഭവമാണ്. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ പോയി ഇനി അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ താൻ കാരണമാണ് ഓൾറെഡി ആ മനുഷ്യൻ്റെ ജീവിതം നശിച്ചതെന്ന് അവർക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്കൊരു ചിന്തയുണ്ട്. ഇനി അയാൾ ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ മോശം സാഹചര്യമാണെങ്കിൽ അവർക്ക് വീണ്ടും സഹതാപം തോന്നി. ഒരു പക്ഷേ ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഭാര്യ ചിലപ്പോൾ നാളെ ആ കാമുകൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ അയാൾ ഈ കാമുവിനെ തേടിപ്പോയി. അല്പസ്വല്പമൊക്കെ അങ്ങനത്തെ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലാണ് അദ്ദേഹം ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8-9 വർഷമായിട്ട് ഈ സ്ത്രീ വിചാരിച്ച കാര്യം നടക്കാത്ത കാര്യം ഇയാൾ 2-3 ദിവസം കൊണ്ട് നടത്തിയെടുത്തു. എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ കണ്ടെത്തി, നമ്മൾ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ പോലെയല്ല സംഭവങ്ങൾ എന്ന് പറഞ്ഞു. അതായത് ഈ സ്ത്രീയും ആ കാമുകനും കൂടെ ഒളിച്ചോടിപ്പോയി അപ്പം പിടിച്ചു കഴിഞ്ഞിട്ട് അപ്പൻ അയാളെ തല്ലിയെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആ ആൾക്ക് ജീവിക്കാനുള്ളതിനകത്ത് ഉള്ള രീതിയിൽ വളരെ ഭീമമായൊരു തുക മകളെ ഉപേക്ഷിച്ച് പോകുന്നതിന് ആ അപ്പൻ ആ കാമുകന് കൊടുത്തിരുന്നു. ഈ കാമുകനാണെങ്കിൽ ഇത്രയും വലിയൊരു പൈസ കിട്ടിയ സ്ഥിതിക്ക് അയാൾ ഒരുപക്ഷെ ജീവൻ പിടിച്ചിട്ടായിരിക്കും ഈ പൈസ മുഴുവനും സ്വീകരിച്ച് അയാൾ വേറെ സ്ഥലത്ത് നാട് വിട്ടുപോയി. അവിടെ പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയുകയാണ്. ഈ ഭാര്യ, ഇയാളുടെ ഭാര്യ ഈ എന്താ പറയുക, ഓഫീസിൻ്റെ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ മനുഷ്യൻ വളരെ തെളിവ് സഹിതം ഭാര്യയ്ക്കിടയിലിട്ട് ഈ കാമുവിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കാമുവിൻ്റെ അപ്പൻ കൊടുത്ത പൈസയുടെ കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറയുന്നത് 8-9 വർഷം ആ അപ്പനോട് മിണ്ടാതിരുന്ന മകൾ പോയി അപ്പനോട് സംസാരിച്ചു. അവരിപ്പോൾ സ്വസ്ഥമായിട്ട് നല്ലൊരു ജീവിതത്തിൽ പോകുന്നുണ്ട്. ഞാനപ്പം ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടെന്ന് വെച്ചപ്പം ഭർത്താവാണ് എന്നോട് പറഞ്ഞത്, ധൈര്യമായിട്ട് നിങ്ങൾ വീഡിയോ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീട്ടുകളിലും സംഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഒരിക്കൽ പോലും അപ്പനും അമ്മയും മക്കൾ നശിച്ചു പോകണം ചിന്തിക്കത്തില്ല. പക്ഷേങ്കിൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അപ്പൻ അടിച്ചോടിച്ച് കാണുമായിരിക്കും. പക്ഷേ മക്കളുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണ കാരണം 8-9 വർഷം ഈ മകൾ അപ്പനോട് മിണ്ടാതിരുന്നു. ആ അപ്പൻ മകളെ സംരക്ഷിക്കാൻ വളരെ ഭീമമായ തുകയാണ് കാമുവിന് കൊടുത്തത്. അവനാണെങ്കിൽ സ്നേഹം മറന്ന് ചിലപ്പോൾ ജീവനിൽ കൊതിച്ചിട്ടായിരിക്കും ആ പൈസയും സ്വീകരിച്ച് അപ്പനോടുത്ത വാക്ക് പ്രകാരം എവിടെയോ പോയി ജീവിച്ച് സ്വസ്ഥമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഈ സ്ത്രീയാണെങ്കിലോ ഭർത്താവിനോടുള്ള ജീവിതം 8-9 വർഷം വെറുതെ ജീവിച്ചു പോയി. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇപ്പോൾ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളേക്ക് ഈ കഥ എത്തിച്ചത് അവർ തന്നെയാണ്, ഞാനാണെന്ന് കരുതരുത്. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് നിന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എൻ്റെ പേര് മോഹൻ ജോളി വർഗീസ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.